ബി.ജെ.പിയുമായി തെരഞ്ഞെടുപ്പ് സഖ്യത്തിൽ വന്നതോടുകൂടി ശിവസേനയുടെ ബി.ജെ.പി വിരുദ്ധ നിലപാടിൽ അല്പം ഒരു മയവൊക്കെ വന്നിട്ടുണ്ട് എന്നുവെച്ച് മൊത്തത്തിൽ മാറിയിട്ടില്ല. അതായത് നരേന്ദ്രമോദിയെ എതിരിടുന്നതിന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇപ്പോഴും വളർന്നിട്ടില്ല. അതായത് അവർ ആ നിലയിലേക്ക് എത്തിയിട്ടില്ല, രാഹുൽ ഗാന്ധിക്ക് ബദൽ എന്നുള്ള നിലയിലേക്ക് എന്നാണ് ഏറ്റവും ഒടുവിൽ ശിവസേന വ്യക്തമാക്കുന്നത്. സാമ്നയിൽ എഴുതിയ ലേഖനത്തിലൂടെ അവരുടെ തലവൻ ഉദ്ധവ് താക്കറെ തന്നെയാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് ഉയർന്നിട്ടുണ്ട്, പക്ഷേ രാഹുൽ ഗാന്ധിക്കോ പ്രിയങ്ക ഗാന്ധിക്കോ മോദിക്ക് ബദൽ എന്നുള്ള നിലയിലേക്ക് മാറാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ നരേന്ദ്രമോദിക്ക് അനുകൂലമായി ഒരു നിലപാട് സ്വീകരിച്ചെങ്കിലും നേരത്തെ ഈ 3 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴും നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ടും രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടും കർഷക പ്രശ്നവുമായി ബന്ധപ്പെട്ടും ഒക്കെ നരേന്ദ്രമോദിക്കെതിരെ അതിശക്തമായ വിമർശനം ഉന്നയിച്ച ശിവസേന മോദിക്ക് ഒരു എഡ്ജ് ഇപ്പോഴും നൽകുന്നുണ്ട്. അത് ഈ സഖ്യമുണ്ടായതിനു ശേഷമുള്ള ഒരു സാമാന്യ മര്യാദയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് കരുതേണ്ടി വരുന്നു. അങ്ങനെ പറയുമ്പോൾ തന്നെ ഉദ്ധവ് താക്കറെ ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. 2014 ഒരു തരംഗമുണ്ടായിരുന്നു, ബി.ജെ.പിക്ക് അനുകൂലമായ മോദി തരംഗം എന്ന് നാം വിളിച്ച് വിശേഷിപ്പിച്ച ആ തരംഗം പക്ഷേ 2019 ഇല്ല. അതായത് കഷ്ടപ്പെട്ടാലേ ജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് യുദ്ധത്തിന് മറുവശത്ത് എതിരാളികൾ ശക്തരായി തന്നെ നിൽക്കുന്നു. മോദിയോളം വരില്ലെങ്കിലും മോദിക്കൊപ്പം നിന്ന് പോരാടാനുള്ള കരുത്ത് മറുവശത്തെ നേതാക്കൾക്ക് ഉണ്ടായിരിക്കുന്നു എന്ന് ശിവസേന നേതാവ് പറയുകയാണ്. അപ്പോൾ പിന്നെ ഈ രാജ്യം നേരിടുന്ന പ്രശ്നങ്ങൾ അത് പരിഹരിക്കുന്നതിൽ ഈ സർക്കാർ എങ്ങനെയൊക്കെയാണ് ഇടപെട്ടത് എന്നതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമാകും എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ എന്തിനാണ് ബി.ജെ.പിയുമായി സഖ്യമുണ്ടാക്കിയത്, ഒറ്റയ്ക്ക് മത്സരിച്ചുകൂടായിരുന്നുള്ളൂ എന്നുള്ള ചോദ്യം സ്വാഭാവികമായി ഉയരുമെന്നുള്ളത് കൊണ്ട് അതിനും ഉദ്ധവ് താക്കറെ ഉത്തരം പറയുന്നുണ്ട്. മഹാരാഷ്ട്രയാണ് ഞങ്ങളുടെ ലക്ഷ്യം, മഹാരാഷ്ട്രയുടെ വികസനമാണ് ലക്ഷ്യം. മഹാരാഷ്ട്രയുടെ വികസനത്തിന് വേണ്ടി തങ്ങളോടൊപ്പം നിൽക്കാം എന്ന് ബി.ജെ.പിക്കാർ വാഗ്ദാനം നൽകുമ്പോൾ, അതും ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ തൻ്റെ സ്വന്തം വീട്ടിൽ വന്ന് മാധവ്ശ്രീ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ എത്തി സഖ്യ ചർച്ചകൾ നടത്തുമ്പോൾ, ഞങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചപ്പോൾ, കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് ഒരു സീറ്റ് ത്യജിച്ചുകൊണ്ട് ആ സീറ്റ് തങ്ങൾക്ക് തരാമെന്ന് ബി.ജെ.പി വാഗ്ദാനം ചെയ്യുമ്പോൾ പിന്നെ എങ്ങനെ അവരോടൊപ്പം നിൽക്കാതിരിക്കും എന്നുള്ള ചോദ്യം ഉദ്ധവ് താക്കറെ ചോദിക്കുകയാണ്. ചുരുക്കത്തിൽ ബി.ജെ.പി ഇപ്പോഴും അനഭിമതർ തന്നെയാണ്. പക്ഷേ മഹാരാഷ്ട്രയുടെ പ്രത്യേക സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ, മറുവശത്ത് കോൺഗ്രസും എൻ.സി.പിയും ഒന്നിച്ചു നിന്ന് പോരാടുമ്പോൾ, മഹാരാഷ്ട്ര വികസനത്തിന് വേണ്ടി, മഹാരാഷ്ട്രയുടെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള നിലനിൽപ്പിനായി തങ്ങൾക്ക് അനഭിമതരെങ്കിലും അല്ലെങ്കിൽ അത്രമേൽ ഇഷ്ടമുള്ളവരല്ലെങ്കിലും ബി.ജെ.പിയോടൊപ്പം ചേരേണ്ടി വരുന്നു എന്നാണ് ഉദ്ധവ് താക്കറെ പറയുന്നത്. ഉദ്ധവ് താക്കറെ പറയുന്നത് ജനതാദൾ യുണൈറ്റഡിന് ബി.ജെ.പിയുമായി ചേരാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കായിക്കൂടാ? കോൺഗ്രസ് ഇപ്പോൾ ഈ വിശാല സഖ്യത്തിൻ്റെ പേരിൽ CPM, CPI തുടങ്ങിയ കക്ഷികളുമൊക്കെയായി ചർച്ചകൾ നടത്തുന്നില്ലേ? അങ്ങനെ അവർക്കൊക്കെ ഒന്നിച്ചു ചേരാമെങ്കിൽ എന്തുകൊണ്ട് പലപ്പോഴും ഒരേ ആശയവുമായി മുന്നോട്ട് പോകുന്ന ശിവസേനയ്ക്കും ബി.ജെ.പിക്കും ഒന്നിച്ചു ചേർന്നുകൂടാ എന്ന ചോദ്യമാണ് ശിവസേന ചോദിക്കുന്നത്. അതായത് ഈ പരാമർശങ്ങളിൽ കൂടി ബോധ്യമാകുന്ന ഒരു കാര്യമുണ്ട്, വിമർശനങ്ങൾ തുടരുക തന്നെ ചെയ്യും. നരേന്ദ്രമോദി ഇപ്പോഴും അനഭിമതൻ തന്നെയാണ്. എങ്കിലും ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ഉള്ളതുകൂടി നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ആശങ്കയിൽ നിന്ന് ബി.ജെ.പിയുമായി ചേർന്നതാണ് എന്ന് ഉദ്ധവ് താക്കറെ പറയാതെ പറയുന്നു.